നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സിപിഐഎം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്ന് അന്തിമ ധാരണയാകും. നിർണായക സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേരും. ഔദ്യോഗിക പ്രഖ്യാപനം അടുത്തയാഴ്ച ആദ്യമുണ്ടായേക്കും. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പൊതുമാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ സിപിഐ സംസ്ഥാന നേതൃയോഗങ്ങളും ഇന്ന് ചേരുന്നുണ്ട്. സീറ്റ് വിഭജനം തീരുമാനിക്കാനുള്ള LDF യോഗം ഇന്ന് വൈകിട്ടാണ്. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. അജ്മൽ, ഇന്ന് LDFന്റെ സീറ്റ് ധാരണയുണ്ടാകുന്നു, CPIMന്റെ സ്ഥാനാർത്ഥികൾ തീരുമാനമുണ്ടാകുന്നു, LDF ഒരുങ്ങിക്കഴിഞ്ഞു തിരഞ്ഞെടുപ്പിന് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്നൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നതിലേക്കാണോ LDF കടക്കാൻ പോകുന്നത്? ഇന്ന് തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട 3 നിർണായക യോഗങ്ങളാണ് നടക്കുക. അതിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് അതിൽ ഏറ്റവും നിർണായകമായത്. CPIM മണ്ഡലതലങ്ങളിൽ നിന്നും ശേഖരിച്ച സ്ഥാനാർത്ഥി പട്ടിക പിന്നീട് അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയും ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അതിനൊരു അന്തിമ അനുമതി വാങ്ങിയ ശേഷം വീണ്ടും മണ്ഡലങ്ങളിലേക്ക് കൈമാറുകയും ആ മണ്ഡലങ്ങളിൽ നിന്ന് അഭിപ്രായം ശേഖരിച്ച ശേഷമുള്ള പട്ടികയാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിലെത്തുക. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിലെത്തുന്ന പട്ടികയ്ക്ക് അന്തിമ അനുമതി നൽകുന്നതോടുകൂടി CPIMന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പൂർത്തിയാവുകയാണ് ചെയ്യുക. പക്ഷേ അങ്ങനെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു അന്തിമ തീരുമാനമുണ്ടാവുമെങ്കിലും അത് പുറത്തുവിടുക മാർച്ച് 8-നോ അതിനുശേഷമോ ആയിരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിലെ 10 മണ്ഡലങ്ങളിലും CPIM 14 നിയോജക മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരത്ത് 10 നിയമസഭാ മണ്ഡലങ്ങളിലും CPIM നിലവിൽ സിറ്റിംഗ് MLA-മാർക്ക് തന്നെയാണ് വീണ്ടും മത്സരിക്കാനുള്ള അവസരം നൽകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രണ്ടാമത്തെ യോഗം എന്ന് പറയുന്നത് CPIയുടെ ഭാഗത്തു നിന്നാണ്. CPIയുടെ സംസ്ഥാന കൗൺസിലും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ CPIയിലെ സ്ഥാനാർത്ഥികളിൽ 2 തവണ പൂർത്തിയാക്കിയവരിൽ അനിവാര്യമായവർക്ക് മാത്രം ഇനി ഒരു അവസരം കൂടി നൽകിയാൽ മതിയെന്നും 3 തവണ പൂർത്തിയാക്കിയവരെ പൂർണ്ണമായും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ഒരു അഭിപ്രായം ഉയർന്നിരുന്നു. ആ അഭിപ്രായത്തിൽ ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. CPIയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 25 സീറ്റിലാണ് മത്സരിച്ചത്. അതിൽ 17 സീറ്റ് അവർ വിജയിക്കുകയുണ്ടായിരുന്നു. അതിൽ 6 പേർ 3 തവണ പൂർത്തിയാക്കിയവരാണ്. ആ 3 തവണ പൂർത്തിയാക്കിയ MLA-മാരെ ഇത്തവണ ഒഴിവാക്കി നിർത്തുമോ എന്ന കാര്യത്തിലും ഇന്ന് ചേരുന്ന CPIയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ തീരുമാനമുണ്ടാകും. ഈ യോഗങ്ങൾക്ക് ശേഷം വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരുന്ന LDFന്റെ ഈ മുന്നണി യോഗത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കിയ മുന്നണി പ്രധാനപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുകയും അതിന് ഒരു അന്തിമ രൂപം നൽകുകയും ചെയ്യും. അതിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ, അതൊന്ന് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്നും CPIM ഏറ്റെടുക്കുന്ന തരത്തിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കോവളം മണ്ഡലം JDSൽ നിന്നും ഏറ്റെടുക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ചർച്ചകൾക്ക് കൂടി ഇന്ന് അന്തിമ രൂപം നൽകുന്നതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീർച്ചയായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതിവേഗം അവരുടെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയ നിലയിലേക്ക് കടക്കും. അശ്വതാരിന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.